ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു വണ്ടർല കൊച്ചി പോകുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണാം. ഇതിൽ ഞാൻ ഫുഡിൻ്റെ കാര്യം കൂടി ഞാൻ പറയണം. നിങ്ങൾക്ക് ചീപ്പ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു ഫുഡിൻ്റെ കാര്യവും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. അപ്പോൾ വണ്ടർലയിൽ നമ്മൾ എപ്പോഴും പോകുമ്പോൾ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്നതാണ് വീക്ക് ഡേയ്സ്. അത് മാത്രമല്ല അവിടെ റേറ്റ് കുറവായിരിക്കും നമുക്ക് ടിക്കറ്റിന്. പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ നല്ല റേറ്റ് തന്നെ ആയിരിക്കും കയറാനായിട്ടുള്ളത്. പിന്നെ ഓരോരോ കൊല്ലം അവരും വ്യത്യാസമാണ്, റേറ്റുകളൊക്കെ കൂടിയാണ് വരണത്. ഞാനൊരു വട്ടം 800 പോയിട്ടുണ്ട്, ഇപ്പോൾ 1065 വരണത് ഒരാൾക്ക്. പിന്നെ നമുക്ക് ഓഫറും ഉണ്ട് കേട്ടോ, അതായത് അത് ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഫസ്റ്റ് റൈഡ് കോർണട്ടോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാട്ടർ റൈഡാണ്. ഈ സംഭവം പുതിയൊരു റൈഡാണ്. 2024 2025 ഉള്ള ഒരു റൈഡാണ്. പിന്നെ ജയൻറ്റ് വീൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ആഡ്സിലൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ വണ്ടർല ഓഫറും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ അവിടുത്തെ കോൺടാക്റ്റ് നമ്മൾ വിളിച്ച് ചോദിക്കുമ്പോൾ, അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുമ്പോഴാണ് ഇങ്ങനെ ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതൊരു എയർ റേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വഞ്ചർ റൈഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പം വണ്ടർലയിൽ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ലാൻഡ് അമ്യൂസ്മെൻറ്റ് റൈഡ്സിലേക്ക് പോവാം. ഇതിപ്പോൾ മാവറിക്, അത് ഒരു അഡ്വഞ്ചറസ് റൈഡാണ്. അതുപോലെ ഇതൊരു റീകോയിലും ഒരു വലിയൊരു അഡ്വഞ്ചറസ് റൈഡാണ്. ഈ മൂന്നിലും കയറിയാൽ തന്നെ നമ്മുടെ കാശ് മുതലായി എന്ന് പറയാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, നിങ്ങളിപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് ഒരു 1000 രൂപ എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ 1000 സംതിങ് ആണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കയറാം. അതായത് എത്ര ലൈനും ക്യൂ ഉണ്ടെങ്കിലും ഫസ്റ്റ് തന്നെ കയറി പോകാന്നുള്ളൊരു സംവിധാനമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. അത് എടുക്കണവരുണ്ട്, എടുക്കാത്തവരുണ്ട്. കാശുള്ളവർക്ക് ഒരുപാടുള്ളവരൊക്കെ ഫാസ്റ്റ് ട്രാക്ക് എടുക്കും. അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ഇത് ഫാസ്റ്റ് ട്രാക്ക് എടുക്കാത്ത ആൾക്കാർ ആദ്യം തന്നെ നമ്മൾ വണ്ടർലയിൽ ഡ്രസ്സൊക്കെ മാറി, അതായത് നൈലോൺ ഡ്രസ്സ് മാത്രമാണ് ഇടാൻ പറ്റുള്ളൂ. അതൊക്കെ മാറിയതിന് ശേഷം പെട്ടെന്ന് ഈ വലിയ റൈഡ്സിൽ കയറാം. അതായത് നമ്മൾ എപ്പോഴും ചെറുവകയിൽ നിന്ന് തുടങ്ങും. അങ്ങനെ അല്ലാണ്ട് ഇങ്ങനത്തെ 3 റൈഡിലും തന്നെ ആദ്യം കയറാം. കാരണം വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ കാണാം ഇതിൻ്റെ ഒരു തിരക്ക് എന്ന് പറയുന്നത് ഭയങ്കര തിരക്ക് തന്നെയാണ്. എപ്പോഴും ഇങ്ങനെ തിരക്കുള്ള ഒരു റൈഡാണ് ഈ റീകോയിൽ എന്ന് പറയുന്നത്. അതുപോലെ മാവറിക്, അതുപോലെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു എയർ സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈഡ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് കയറേണ്ടത്. അതുപോലെ വേറൊരു റൈഡും കൂടി ഉണ്ട് ഇങ്ങനെ, അതായത് സ്പേസ് ഗൺ എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തല കുത്തി നിൽക്കുന്ന റൈഡൊക്കെയാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് മുമ്പ് കയറേണ്ട റൈഡാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ ഈ റൈഡിലൊക്കെ കയറിയതിന് ശേഷം ഇതാണ് ആ പറഞ്ഞ സ്പേസ് ഗൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു റൈഡ്. ഇതിങ്ങനെ തലകുത്തി നിൽക്കുന്ന ഒരു റൈഡാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതൊക്കെ അഡ്വഞ്ചറസ് റൈഡാണ്. ഇനി നമുക്ക് ഇതൊക്കെ പേടിയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റിയ ഒരു റൈഡാണ് ഈ ജയൻറ്റ് വീൽ. ഞാൻ ആദ്യം കാണിച്ച ജയൻറ്റ് വീൽ. പിന്നെ അതുപോലെ ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു ഹൈറ്റിൽ പോകുന്ന സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ഇത് ഭയങ്കര പതുക്കെയാണ് പോവുള്ളൂ. അതുപോലെ ഈ ഒരു റൈഡും അതുപോലെ ഭയങ്കര ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു റൈഡാണ്. നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഒരു ആനേനെ കണ്ടപ്പോൾ ഞാനത് അമ്മുക്കുട്ടി എന്നാണ് പേര്, അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചതാണ്. ഇതെന്ന് പറഞ്ഞത് ഫ്രീ ഫോൾ പോലെയാണ്. ഇതിലാരും കയറരുത്, കളറ് ശ്രദ്ധിക്കാം കേട്ടോ. ഇത് ഭയങ്കര സ്പീഡിൽ താഴേക്ക് വീഴും. അങ്ങനെയാണ് ഇപ്പം ഞാൻ കയറണതാണ് ആ പറഞ്ഞത്. അതായത് എത്ര പ്രായം ആയവർക്കൊക്കെ കയറാൻ പറ്റിയ ഒരു റൈഡാണ് ഈ കയറിയ റൈഡ്. അതായത് ബ്ലൂ കളറായിരിക്കും അതിൻ്റെ ഇത്, എന്താ പറയുക, ആ ഒരു കോലി. ഇപ്പം ഞാൻ കയറി അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. വളരെ പതുക്കെയാണ് ഈ ഒരു റൈഡ് നീങ്ങുള്ളൂ. അപ്പോൾ ഈ റൈഡിൽ ഹൈറ്റ് പേടിയുള്ളവർ എനിക്ക് അറിഞ്ഞുകൂടാ, ഹൈറ്റ് പേടിയില്ലാത്തവരും. പിന്നെ അവിടെ ഓരോരോ റൈഡിൽ കയറുമ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. സംടൈംസ് ഈ എപ്പിലെപ്സി ഉള്ളവർ, പ്രഗ്നൻറ്റ് ലേഡീസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ, ഹാർട്ട് പേഷ്യൻസ്, അവർക്കൊന്നും കയറാൻ പറ്റാത്ത റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം വളരെ പതുക്കെ ഭയങ്കര സ്മൂത്തായിട്ട് പറ്റത്ത് കാണാൻ റീകോയിൽ, ആ മറ്റേ അഡ്വഞ്ചറസ് റൈഡിൽ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഇങ്ങനത്തെ റൈഡ്സൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കയറണം. പക്ഷേ ജയൻറ്റ് വീലായാലും അല്ലെങ്കിൽ ഇപ്പം ഞാൻ കയറിയ റൈഡാണെങ്കിലും അതൊക്കെ നമുക്ക് സ്പേസ് ഗണ്ണാണ് അവിടെ നിൽക്കുന്നത് താഴെ. ഈ റൈഡൊക്കെയാണ് നമുക്ക് കയറാനൊക്കെ എളുപ്പമാണ്. അതായത് എളുപ്പം എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൈഡൊക്കെ കയറി നമുക്ക് കണ്ടില്ലേ, ഈ ഒരു എറണാകുളം സിറ്റി അല്ലെങ്കിൽ കാക്കനാട് ആ ഭാഗം മൊത്തം കാണാം. വീഗാലാൻഡിൻ്റെ ചുറ്റുമായിട്ടുള്ള സംഭവം, വണ്ടർലയുടെ ചുറ്റുമായിട്ടുള്ള ഈ സംഭവം നമുക്ക് കാണാൻ പറ്റും. വളരെ ശാന്തവും ഭയങ്കര സ്വസ്ഥവും പിന്നെ ഒരു മ്യൂസിക്കും വെച്ചിട്ടാണ് ഈ ഒരു റൈഡ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഭയങ്കര സ്മൂത്തായിട്ടുള്ളതാണ് ഇത് മൂവ്മെൻ്റ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഗ്യാരണ്ടി പറയണത്, എത്ര പേടിയുള്ള ആൾക്കാർക്ക് കയറാൻ പറ്റിയൊരു റൈഡാണ്. നമുക്ക് പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഇതിന് പ്രശ്നമൊന്നും പറ്റുന്നില്ല. പക്ഷേ പറയാൻ പറ്റില്ല, നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനൊക്കെ സിനിമ കാണുന്ന ആൾക്കാരൊക്കെ ആണെന്ന് ഇങ്ങനത്തെ കുറേ ചിന്തകൾ ഞാനും ഇങ്ങനെ ചിന്തിച്ചിരുന്നു. എങ്ങാണ്ട് റീകോയിലിൽ കയറിയിട്ട് ആ വഴി അങ്ങനെ തെറിച്ച് പോയാലോ,
അങ്ങനത്തെ ഒക്കെ ഓരോ ചിന്താഗതികളുള്ളത് ഉണ്ടെങ്കിൽ അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഈ പള്ളിയാണ്, ഇപ്പോൾ ഹൈറ്റ് ഇങ്ങനെ കാണിക്കാനാണ് ഞാൻ ഈ പള്ളിയുടെ ഭാഗം കാണിക്കണത്. പിന്നെ അത് മാത്രമല്ല ഇവിടെ നിങ്ങൾ വരുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ട്രാക്കിൻ്റെ കാര്യം, അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് എടുക്കാൻ പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നിങ്ങൾ ഫസ്റ്റ് അമ്യൂസ്മെൻറ്റ് റൈഡ്സിൽ, അതായത് ലാൻഡ് റൈഡ്സിൽ നിങ്ങൾ വേഗം കയറാം. പിന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു വാട്ടർ തീം റൈഡ്സിൽ കയറാം. അപ്പോൾ വാട്ടർ തീംസ് റൈഡ്സിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ ഒരു കൊർണാട്ടോ എന്ന് പറഞ്ഞ റൈഡാണ് വണ്ടർലയിലത്തെ ഒരു നല്ല അടിപൊളി റൈഡ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഭയങ്കര 27 കിലോമീറ്റർ അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റും ഡിസ്കൊക്കെ ആയിട്ടാണ് ആ ഒരു റൈഡ് വരണത്. 27 കിലോമീറ്റർ നമ്മളൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പോകുന്നത്. കുറച്ചിങ്ങനെ ചുറ്റിക്കറങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് ലാസ്റ്റ് നമ്മൾ എത്താണ് ചെയ്യണത്. അപ്പോൾ ആ റൈഡാണ് ഇപ്പോൾ പുതിയതായിട്ട് വണ്ടർലയിൽ വന്നിട്ടുള്ളത്. കൊച്ചിയിലത്തെ കാര്യമാണ് പറയണത്, കൊച്ചി വണ്ടർല കാര്യമാണ് ഞാൻ പറയണത്. അപ്പോൾ ആ റൈഡിൽ നിങ്ങൾ മസ്റ്റായിട്ട് കയറണം. പുതിയൊരു റൈഡാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒക്കെ പഴയ റൈഡാണ്, ഞാൻ കൊല്ലത്തിൽ എപ്പോഴും ഒരു വട്ടം പോണതാണ് വണ്ടർലയിലേക്ക്. അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഓൾ സ്ഥലങ്ങളൊക്കെ പരിചിതമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതെ. ഈ സംഭവം നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു റൈഡും കൂടിയാണ്. പക്ഷേ ബാക്കിൽ റീകോയിൽ കുറച്ച് അഡ്വഞ്ചറസ് റൈഡ് തന്നെയാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് റൈഡ് ഇൻ വണ്ടർലയാണ്. കൊച്ചിയിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതേ താഴെ ഒരാൾ എനിക്ക് വേവ് ചെയ്യുന്നുണ്ട് കൈയൊക്കെ കാണിച്ചിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനെ പതുക്കെയാണ് കയറലും വരളോ. പിന്നെ ഫുഡിൻ്റെ കാര്യമാണ്, ഈ ഒരു ബിരിയാണി കോർണർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇവിടെ നമുക്ക് ബുഫേ സിസ്റ്റമാണ് കേട്ടോ. കാരണം വെച്ചാൽ ബോയ്സിന് 499 ഗേൾസിന് 399 ആണ് ഇവർ റേറ്റ് പറയുന്നത്. ഞങ്ങൾ പോയ ദിവസത്തെ റേറ്റ് ആണ് ഞാൻ പറയണത്. അപ്പോൾ കണ്ടില്ല, നമുക്ക് എത്ര അൺലിമിറ്റഡ് ആയിട്ടുള്ള റൈസ് ഉണ്ട്. 2 ടൈപ്പിൽ ഗീ റൈസ് ഉണ്ട്, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, പിന്നെ അതുപോലെ കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം. ഐസ്ക്രീംസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ 3D മൂവിയാണ് ഞങ്ങൾ കണ്ടത്. അതിനുശേഷം വാട്ടർ റൈഡ്സിൽ കയറി. വാട്ടർ റൈഡ്സിൽ ഞാൻ പറഞ്ഞില്ല ആ ഒരു കൊറോണോട്ടോരെ വിശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫോൺ എടുക്കാൻ പറ്റാത്ത കാരണം എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വാട്ടർ റൈഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഫുഡ് കോർട്ട് ഉണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ കയറാം. ഇപ്പോൾ രാത്രി 6:30 കൂടി വൈൻഡപ്പായി. ഞങ്ങളൊരു വീക്ക് ഡേ ആയതുകൊണ്ട് ആ ടൈമിൽ കഴിഞ്ഞ് വീക്കെൻഡ് ആണെങ്കിൽ 7 മണി 7:30 വരെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ പോയവർ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് റൈഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.